മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇപ്പോഴ് വളരെയധികം പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പ ഇനമാണ് ഷുഗർ ഫ്രീ കപ്പ. അതായത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്ന ഒരു കപ്പ ഇനം. അപ്പം ഇത് വളരെ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കപ്പയുടെ കമ്പിനും ചീനിക്കുമൊക്കെ ഇപ്പം വലിയ പ്രചാരമാണ്. നല്ല ഡിമാൻഡാണ് വിപണികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തേടിപ്പിടിച്ച് ധാരാളം ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കപ്പയുടെ നടിയിൽ ആണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കപ്പ നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കപ്പയെപ്പറ്റി എൻ്റെ അറിവിൽപ്പെട്ട ചില കാര്യങ്ങൾ, എൻ്റെ നിരീക്ഷണത്തിലും എൻ്റെ ഉത്തമ ബോധത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരു കാലഘട്ടത്തിൽ പാവങ്ങളുടെ റൊട്ടി എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഭക്ഷ്യവിളയാണ് കപ്പ. എന്നാൽ ഇന്ന് പാവങ്ങൾ മാത്രമല്ല, 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നായി കപ്പ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ആബാലവൃദ്ധ ജനങ്ങളും രുചിയോടെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് കപ്പ. അപ്പോൾ കപ്പയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കപ്പയുടെ ജന്മദേശം ബ്രസീൽ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ബ്രസീലിൽ നിന്നും പറങ്കികൾ കപ്പ കൃഷി മനസ്സിലാക്കുകയും അങ്ങനെ അവർ വ്യാവസായികമായി കപ്പ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ മകനായ വിശാഖം തിരുനാൾ ബാലരാമവർമ്മയാണ് കേരളത്തിൽ കപ്പ കൃഷി പ്രചരിപ്പിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കപ്പ കൃഷി കേരളത്തിൽ വളരെ പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മഹാരാജാവ് കൃഷിയോട് വളരെയധികം താല്പര്യമുള്ള ഒരു രാജാവായിരുന്നു. അതുപോലെ രണ്ടാം ലോകമയുദ്ധത്തിന് ശേഷം കേരളത്തിൽ വളരെയധികം ഭക്ഷ്യക്ഷാമം ഉണ്ടായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ അന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കപ്പയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ റേഷൻ കടകൾ വഴി പോലും കപ്പകൾ വിതരണം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കപ്പയുടെ ആ പ്രചാരം, അതായത് കപ്പയുടെ കൃഷി രീതികളൊക്കെ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കപ്പയെന്ന് പറയുമ്പോൾ അത് പുഴുക്കായിട്ടും വേവിച്ചും ഉപ്പേരിയായിട്ടും ഒക്കെ നമ്മൾ കഴിക്കുന്നു. അതുപോലെ തന്നെ പച്ചയ്ക്ക് ഉണക്കിയ വെള്ളക്കപ്പയും അതുപോലെ കപ്പ പിഴുതെടുത്ത് വാട്ടി അതിൻ്റെ കൊഴുപ്പ് കളഞ്ഞതിന് ശേഷം ഉണക്കിയ വാട്ടക്കപ്പയും ഒക്കെ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലഭ്യമാണ്. ഓൺലൈൻ മാർക്കറ്റിലും സുലഭമാണ്. അപ്പോൾ ഈ വാട്ടി കൊഴുപ്പൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയ കപ്പ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ഒക്കും. എന്ന് മാത്രമല്ല, ഈ കപ്പ ഇത് പൊടിച്ച് വിവിധ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മണ്ണിനടിയിൽ നിന്നും കിട്ടുന്ന ഭക്ഷ്യവിളകൾ ഒന്നും തന്നെ മനുഷ്യർക്ക് ദോഷമുണ്ടാക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ചീനിയായാലും അതുപോലെ തന്നെ ചേമ്പായാലും ചേനയായാലും കിഴങ്ങായാലും കാച്ചിലായാലും ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനപ്രദവും ഉദരശുദ്ധിക്ക് ഉതകുന്നതുമാണെന്നാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പയിൽ ചെറിയ രീതിയിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മറ്റ് പല പോഷകഘടകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. മലബന്ധം മാറ്റിക്കിട്ടാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ഭക്ഷണമാണ് ഈ കപ്പ. അത് നമ്മൾ മറക്കരുത്. നല്ലവണ്ണം ജോലി ചെയ്യുന്നവർക്ക് എന്നും കഴിക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു ഭക്ഷണം കൂടിയാണ് കപ്പ. കപ്പയും മീൻകറിയും അല്ലെങ്കിൽ കപ്പയും ഇറച്ചിക്കറിയും കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്വാദ് മറക്കാനൊക്കാത്ത ആനന്ദം ഉളവാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കഠിനമായ പരിശ്രമത്തിൽ ഏർപ്പെടുന്നവർ കപ്പ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷീണം മാറി വളരെ നല്ല രീതിയിൽ വീണ്ടും ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷം ലഭിക്കുന്നു. അപ്പം കപ്പയിൽ ധാരാളം ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കപ്പയോടൊപ്പം നമ്മൾ ചോറ് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. കാരണം മുൻകാലങ്ങളിൽ, അതായത് പഴയ കാലങ്ങളിൽ അരിക്ക് വളരെ ക്ഷാമമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കൂടുതൽ അളവിൽ കപ്പയും കുറച്ച് മാത്രം ചോറുമായിരുന്നു കഴിച്ചിരുന്നത്. എന്നാൽ കാലം മാറി ഭക്ഷ്യക്ഷാമത്തിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോടുകൂടി രണ്ടും ഒരേ അളവിലോ അല്ലെങ്കിൽ ചോറ് കൂടുതലും കപ്പ കുറച്ചു ആവുന്ന രീതിയിലോ വന്നപ്പോഴാണ് സത്യത്തിൽ ഈ
പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ പിടിപെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കപ്പ കഴിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല. കപ്പയിൽ തന്നെ ഈ അരിയിൽ അടങ്ങിയിരിക്കുന്നതിൻ്റെ അത് ആ പോഷക ഘടകങ്ങൾ കപ്പയിലും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ ഷുഗറൊക്കെ വന്ന് ചികിത്സയിലിരിക്കുന്നവർക്ക് കഴിയുന്നതും ഈ കപ്പയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്തജമൊക്കെ ധാരാളമുണ്ട്. അപ്പം അത് ചില ശാരീരിക പോരായ്മകൾ വരുത്തും. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കപ്പയിൽ ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു വിഷവാതകം, അത് രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രാസവസ്തുവാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചില ക്ഷീണാവസ്ഥകളും അതുപോലെ തന്നെ ചില രോഗാവസ്ഥകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ചില കപ്പകളുടെ ഇലയും തണ്ടും അതുപോലെ അത് പുഴുങ്ങി ഊറ്റിയ വെള്ളമൊക്കെ കഴിക്കുമ്പോൾ വളർത്തുമൃഗങ്ങളായ ആട്, പശു ഒക്കെ തളർച്ച ബാധിക്കുകയും ചിലപ്പം മരണപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിഷവസ്തുവാണ്. അപ്പം കപ്പ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കപ്പ നല്ല ഭംഗിയായിട്ട് ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിലിട്ട് കഴുകി വേണം പാചകം ചെയ്യാൻ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ വിഷവസ്തു വെളിയിൽ പോകാനും അത് നമ്മുടെ ഉള്ളിൽ എത്താതിരിക്കാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ട് വീണ്ടും അത് ഒന്നുകൂടെ കഴുകി ആ തിളപ്പിച്ച വെള്ളം കളഞ്ഞതിന് ശേഷം അടുത്ത വെള്ളത്തിൽ വീണ്ടും ഒന്നുകൂടെ കഴുകി ഊറ്റി വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ കപ്പ വേവിക്കുമ്പോൾ കപ്പയോടൊപ്പം തന്നെ ശുദ്ധമായ മഞ്ഞളും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് അത് ഇളക്കി യോജിപ്പിച്ചായിരുന്നു കഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ശുദ്ധമായ മഞ്ഞളിൻ്റെയൊക്കെ അപാകത നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ നമുക്കറിയാം, മഞ്ഞൾ ഒരു വിഷസംഹാരിയാണ്, അതായത് വിഷഹാരി കൂടിയാണ് മഞ്ഞൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഈ കപ്പയുടെ വിഷവസ്തുവായ ഹൈഡ്രജൻ സയനൈഡ് ഇലയിലും തണ്ടിലും കിഴങ്ങിലും ഒക്കെ ഒരേ അളവിലാണ് അടങ്ങിയിട്ടുള്ളത്. ഈ വിഷവസ്തു ആണ് നമുക്ക് ദോഷം വരുന്നത്, അല്ലാതെ കപ്പയിൽ യാതൊരു സംഗതികളുമില്ല. വെള്ളത്തിൽ നന്നായി കഴുകുകയും തിളച്ച വെള്ളത്തിൽ കഴുകിയതിന് ശേഷം പാചകം ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കൊഴുപ്പ് ഊറ്റിക്കളയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പച്ചക്കപ്പ വറുത്ത് ചിപ്സായിട്ട് വിൽക്കുന്നതും അത് വാങ്ങിച്ച് കഴിക്കുന്നതും എന്നൊരു ശീലമുണ്ട്. അത് തികച്ചും നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. കാരണം അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ വിഷവസ്തു അതിൽ തന്നെ ഉൾക്കൊള്ളുകയും അത് കൃത്യമായിട്ട് ഒരു ശീലമാക്കിയാൽ, അത് കഴിക്കുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചില രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം ശരി തന്നെയാണ്. അതുപോലെ തന്നെ കപ്പ സ്ഥിരമായിട്ട് കഴിക്കുന്നവർ നല്ല രീതിയിൽ ജോലി ചെയ്യണം. നല്ല രീതിയിൽ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ആ കപ്പ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ കപ്പ കഴിച്ചിട്ട് ജോലി ചെയ്താൽ പൊണ്ണത്തടി ഉണ്ടാവാനും അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ ആ പ്രമേഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലെന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കപ്പ കഴിക്കുമ്പോൾ, അതായത് പുഴുക്കായിട്ടായാലും അതുപോലെ തന്നെ വേവിച്ചായാലും ഒക്കെ കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഇറച്ചിയോ മീനോ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കണം. അപ്പോൾ ഇറച്ചിയോ മീനോ മുട്ടയോ കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, കടല, പയർ ഇത് നിർബന്ധമായിട്ടും ഇതിനോടൊപ്പം നമ്മൾ കഴിച്ചിരിക്കണം എന്നുള്ളതും നാം മറക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് കപ്പ കഴിക്കുന്ന മൂലം യാതൊരു അസുഖങ്ങളും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനും എൻ്റെ അനുഭവത്തിലും എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഭയമില്ലാതെ നമുക്ക് കപ്പ ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ കപ്പ കഴിച്ച് നമുക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ഒരസുഖങ്ങളും ഉണ്ടാകത്തില്ല. അതൊരു സത്യം തന്നെയാണ്. അത് നമ്മൾ പാലിക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യർക്ക് വളരെയധികം ഭയമാണ്. കാരണം ഷുഗർ ഇന്ന് കേരളീയരുടെ ഇടയിൽ കൂടി വരികയാണ്. നല്ലൊരു ശതമാനം ആൾക്കാരും ഷുഗർ ഉള്ളവരും അതുപോലെ തന്നെ ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുമാണെന്നുള്ള സത്യം നാം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ രഹിത, അതായത് ഷുഗർ ഫ്രീ കപ്പ നമുക്ക് കൃഷി ചെയ്യണം. കാരണം നമ്മുടെ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഷുഗർ ഫ്രീ കപ്പയുടെ കിഴങ്ങ് കഴിച്ചാൽ എനിക്ക് ഷുഗർ ഉണ്ടാവത്തില്ല, പ്രമേഹം ഉണ്ടാവത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ഇതുണ്ടാവാതിരിക്കുമെന്നതും ഒരു സത്യം തന്നെയാണ്. അപ്പം നമുക്കറിയാം, ഉറച്ച വിശ്വാസത്തിന് ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം നമ്മുടെ തലച്ചോറിൽ വെച്ച് നടത്താൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. എന്തായാലും
കേരളീയരുടെ ജീവിതം വല്ലാത്ത ഒരു ദുഃഖത്തിലേക്ക് വരികയാണ്. പൈസ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ആവശ്യമുള്ള രുചികൾ അനുഭവിക്കാൻ ഒക്കാത്ത ഒരു രീതി ഉണ്ടാവുകയാണ്. അതിൻ്റെ പല കാരണങ്ങളും അതിനുണ്ട്. നമുക്ക് അതൊന്നും വിവരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഷുഗർ ഫ്രീ കപ്പ നടണം. ചാക്കിൽ നമുക്ക് നടുന്ന രീതിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ചാക്കിൽ നമുക്ക് ഷുഗർ ഫ്രീ കപ്പ നട്ടുപിടിപ്പിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഹൃദ്യമായ നന്ദി, നമസ്കാരം.